നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയുമായുള്ള നേരിട്ടുള്ള ഒരു ചർച്ചകളിലും ഏർപ്പെടുന്നില്ല എന്നതാണ് ഇറാന്റെ നയമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ഇതേസമയം മുൻകാലങ്ങളിൽ നടന്ന അതേ രീതിയിൽ തന്നെ പരോക്ഷ ചർച്ചകൾ തുടരുമെന്ന് അരാക്ചി പറഞ്ഞു. പരമാവധി സമ്മർദ്ദവും സൈനിക ഭീഷണിയും നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ നേരിട്ടുള്ള ചർച്ചകൾ നടത്തരുതെന്നാണ് തങ്ങളുടെ നയമെന്നാണ് അരാക്ചി വ്യക്തമാക്കുന്നത്. മാർച്ച് ആദ്യം ഇറാൻ ഒരു കത്തയച്ചതായി ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ട്രംപ് ഇറാനെതിരെ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ ഭരണകൂടവുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇറാൻ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിരുന്നാലും കൂടുതൽ സുതാര്യത സൃഷ്ടിക്കുന്നതിനായി തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇറാൻ എപ്പോഴും തയ്യാറാണ് എന്നും 3 യൂറോപ്യൻ രാജ്യങ്ങളുമായും മറ്റ് താൽപര്യമുള്ള രാജ്യങ്ങളുമായും ഇതിനകം തന്നെ ചർച്ചകളും കൂടിയാലോചനകളും നടത്തിവരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയുടെ ഏതൊരു ശത്രുതാപരമായ നീക്കത്തിനും ഇറാൻ കർശന നടപടികളിലൂടെ മറുപടി നൽകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. അമേരിക്ക ഇറാനെക്കുറിച്ച് പ്രസ്താവനകൾ നടത്തുകയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഖമേനി ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഇറാൻ തിരിച്ചു ഭീഷണിപ്പെടുത്തുമെന്നും ഭീഷണികൾക്കനുസരിച്ച് അമേരിക്ക പ്രവർത്തിച്ചാൽ ഇറാനും അങ്ങനെ തന്നെ ചെയ്യുമെന്നും ഇറാന്റെ സുരക്ഷയെ അവർ ദുർബലപ്പെടുത്തിയാൽ തീർച്ചയായും ഇറാനും അമേരിക്കയ്ക്കെതിരെ അതേ രീതിയിൽ പ്രതികരിക്കുമെന്നുമാണ് ഖമേനി ശക്തമായ ഭാഷയിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതേസമയം ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇറാനെതിരായ തന്റെ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിച്ചിരുന്നു. ഇറാൻ ആണവ ബോംബ് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം. മാത്രമല്ല, ചൈനയിലേക്ക് ഇറാനിയൻ എണ്ണ വിതരണം സുഗമമാക്കുന്ന ഒരു അന്താരാഷ്ട്ര ശൃംഖലയെ ലക്ഷ്യമിട്ട് ഇറാനിലെ എണ്ണ വ്യവസായത്തിനെതിരെ കഴിഞ്ഞ ദിവസം അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനിക്ക് ട്രംപ് അയച്ച കത്തിൽ ഒരു കരാർ ഉണ്ടാക്കാൻ 2 മാസത്തെ സമയപരിധി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇറാൻ ഈ നീക്കം നിരസിക്കുകയാണെങ്കിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ US അല്ലെങ്കിൽ ഇസ്രയേൽ സൈനിക നടപടി വർദ്ധിക്കാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിക്കുമെന്നും കരുതുന്നു. മിഡിൽ ഈസ്റ്റിൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ള ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപായ ഡീഗോ ഗാർസിയയിലേക്ക് B-2 സ്റ്റെൽത്ത് ബോംബറുകൾ US വിന്യസിച്ചിട്ടുണ്ട്. ചെങ്കടൽ മേഖലയിലെ കപ്പൽ പാതകൾ ആക്രമിച്ച യമനിലെ ഹൂത്തി ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ഇറാന് വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് ട്രംപിന്റെ ഈ നീക്കം. ഇതിനിടയിൽ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിനും അധിനിവേശ പ്രദേശങ്ങളിലെ നിരവധി സൈനിക ലക്ഷ്യങ്ങൾക്കും നേരെ വിജയകരമായ ഓപ്പറേഷൻ നടത്തിയതായി യമൻ സായുധ സേന അറിയിച്ചു. ഇസ്രയേൽ വിമാനത്താവളവും US യുദ്ധവിമാനവും മിസൈൽ ആക്രമണത്തിലൂടെ തകർക്കാൻ നോക്കിയെന്നാണ് വെളിപ്പെടുത്തൽ. ബാലിസ്റ്റിക് മിസൈലാണ് ഹൂതികൾ തൊടുത്തതെന്നും ടെല്ലവീവിന് തെക്കുള്ള സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കിയായിരുന്നു ഇതെന്നും സൈനിക വക്താവായ യഹ്യ സെറി പറഞ്ഞു. ഇസ്രയേലിന്റെ അതിർത്തി കടക്കാൻ ശ്രമിച്ച 2 മിസൈലുകളെ നിർവീര്യമാക്കിയെന്നും ജെറുസലേമിൽ ഉൾപ്പെടെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു എന്നുമായിരുന്നു ഇസ്രയേൽ സൈന്യത്തിന്റെ വെളിപ്പെടുത്തൽ. മാർച്ച് 27-ന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം അൽഖുദ്സിലും അധിനിവേശ പ്രദേശങ്ങളുടെ മധ്യഭാഗത്തും വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. യമനിൽ നിന്ന് 2 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതാണ് അലാറങ്ങൾക്ക് കാരണമായതെന്നാണ് ഒരു ഇസ്രയേലി സൈനിക വക്താവ് സ്ഥിരീകരിച്ചത്. ഇതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നാണ് ഇസ്രയേലി സൈന്യം അറിയിച്ചത്. ചെങ്കടലിൽ തമ്പടിച്ചിരുന്ന ശത്രുരാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകളും അമേരിക്കയുടെ USS ഹാരി എസ് ട്രൂമാനെയും തങ്ങൾ ലക്ഷ്യമിട്ടുവെന്നാണ് സെറി പറയുന്നത്. യമന് നേരെ US നടത്തുന്ന അധിനിവേശത്തിനെതിരായ ചെറുത്തുനിൽപ്പാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ച് 15-നാണ് US സെൻട്രൽ കമാൻഡ് ഹൂതികൾക്കെതിരെ വ്യോമാക്രമണം നടത്തിയത്. ഗാസയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങിയതോടെ ചെങ്കടലിലും ഏഡൽ കടലിടുക്കിലുമുള്ള കപ്പൽ പാതകളിൽ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ഇത് അവസാനിപ്പിക്കുന്നതുവരെ ഹൂതികൾക്കെതിരായ ആക്രമണം തുടരുമെന്നായിരുന്നു US നിലപാട്. യമൻ തലസ്ഥാനമായ സനയിൽ വ്യാഴാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണങ്ങളിൽ 2 പേർ കൊല്ലപ്പെട്ടുവെന്നും US ആണ് ഉത്തരവാദിയെന്നും വിമതർ ആരോപിച്ചു. സന പ്രവിശ്യയ്ക്കു നേരെ മാത്രം 20ഓളം തവണ ആക്രമണമുണ്ടായെന്നും 2 പേർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഹൂതി നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയ വക്താവ് സാമൂഹ്യമാധ്യമമായ Xൽ കുറിച്ചിരുന്നു. യമന്റെ തലസ്ഥാനത്തിന്റെ തെക്ക് വടക്കുകിഴക്കൻ മേഖലകളിൽ മാർച്ച് 26 വൈകുന്നേരം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കുറഞ്ഞത് 15 വ്യോമാക്രമണങ്ങളെങ്കിലും നടത്തിയിട്ടുണ്ട്.
ഇതിൽ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപവും വ്യോമാക്രമണം നടന്നിരുന്നു. മാർച്ച് 26 രാവിലെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സഖ്യം സാദാ ഗവർണറേറ്റിലെ സഹർ ജില്ലയെ ലക്ഷ്യം വയ്ക്കുന്നത് വീണ്ടും ആവർത്തിക്കുകയും അർദ്ധരാത്രിയിൽ ഈ പ്രദേശം ലക്ഷ്യമിട്ട് 2 ഡസൻ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. സാദയിലെ അൽ റസൂൽ അൽ ഖസം കാൻസർ ആശുപത്രിക്ക് നേരെ രാത്രിയിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വ്യോമാക്രമണങ്ങൾ നടന്നു. അടുത്തടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ഓങ്കോളജി സെന്ററിന് നേരെ നടക്കുന്ന 2ാമത്തെ ആക്രമണമാണ് ഇത്.